അറബ് രാജ്യങ്ങൾ അടിയന്തര ഉച്ചകോടി വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യങ്ങൾ കൃത്യമായ രീതിയിൽ വിലയിരുത്താനും ഗസയിൽ നടക്കുന്ന ഭീതിജനകമായിരിക്കുന്ന അവസ്ഥക്ക് കൃത്യമായിരിക്കുന്ന നിയന്ത്രണം ഏർപ്പെടുത്താനും ഇത് വലിയ ഗുണം ചെയ്യുമെന്നുള്ളതും, അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ പരസ്യമായി വിമർശിക്കുന്ന പല രാജ്യങ്ങളും രഹസ്യമായ രീതിയിൽ സഹായിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കൽ അനിവാര്യമാണ്. നമ്മൾക്ക് തീർച്ചയായിട്ടും വിജയമുണ്ടാവും. ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തിയാൽ വിജയിക്കുമെന്ന് ഇറാൻ തെളിയിച്ചിട്ടുണ്ട്. അത് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന ഇറാൻ്റെ ആവശ്യം. അത് എത്രത്തോളം സ്വീകാര്യമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എങ്കിൽ പോലും മാനസികമായ രീതിയിലുള്ള പിന്തുണ എല്ലാ രാജ്യങ്ങളും ഇറാന് നൽകുന്നുണ്ട്. എന്നാൽ പരസ്യമായിരിക്കുന്ന പിന്തുണ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് ഒരു പക്ഷേ അത് നിയന്ത്രിക്കപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അത്തരമൊരു ശ്രമം നടത്തേണ്ടത് അനിവാര്യമാണ്. നമ്മൾ ഒന്നാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ്. റഷ്യയും ചൈനയും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. റഷ്യയും ചൈനയുമായിട്ട് ഇറാൻ ചർച്ച നടത്തിയിട്ടുണ്ട്. കൊറിയയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. യമനും സൗദി അറേബ്യയും ഖത്തറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. UAE ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അമേരിക്കയുടെ ആ പാതയിലൂടെ തന്നെ ഇറാൻ യാത്ര ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന കാര്യം വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. ഏകോപനത്തോടു കൂടി മുന്നേറിയാൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ച്